നെൽകൃഷിയിൽ 100% വിജയം നേടി മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. കിടങ്ങൂർ പാടശേഖരത്തിലെ 1/2 ഏക്കർ വയലിലാണ് കുട്ടികൾ നെൽകൃഷി ചെയ്തത്. കുട്ടികൾ നട്ട ഞാറുകൾ കതിരിട്ട് വിളവെടുപ്പിന് പാകമായിരിക്കുകയാണ്. ആടിയും പാടിയും കൊയ്ത്തുത്സവം വലിയ ആഘോഷമാക്കി മാറ്റുവാനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും. അലക്കിക്കേറിയ ചുവന്ന മുണ്ടിന്റെ ചേല് പോയടി ശൃംഗാരി, കറുത്ത കണ്ണിന്റെ അഴക് കാണുമ്പോൾ കരളൊരു ഘന ശൃംഗാരി. അലക്കിക്കേറിയ ചുവന്ന മുണ്ടിന്റെ ചേല് പോയടി ശൃംഗാരി. വിത്തെറിഞ്ഞ് ഞാറ് മുളപ്പിച്ചതും ചേറ്റിലിറങ്ങി ഞാറ് നട്ടതും കളപറിച്ചതും വളമിട്ട് പരിപാലിച്ചതും വിദ്യാർത്ഥികൾ തന്നെ. മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 50 വിദ്യാർത്ഥികൾ ചേർന്നാണ് നെൽകൃഷിയിൽ വിജയഗാഥ രചിച്ചത്. കുട്ടികൾക്ക് ആർക്കും തന്നെ കൃഷിയെപ്പറ്റി ഒന്നും അറിയണ്ടായിരുന്നില്ല. ആകെ 1-2 കുട്ടികളുടെ വീട്ടിലെ പാരൻസ് കർഷകരായിക്കൊണ്ട് അപ്പോൾ അവർക്ക് അതിൻ്റെ ചെറിയതായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് ഞങ്ങൾക്ക് കുട്ടികൾക്ക് തന്നെ പ്രത്യേകിച്ച് യാതൊരു കാര്യം അറിയണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കൃഷിയെപ്പറ്റി പഠിക്കുക, അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുക, അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തുന്ന മരത്തംകോട് സ്കൂളിലെ NSSന്റെ നേതൃത്വത്തിലാണ് നെൽകൃഷി ചെയ്തത്. പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ NV വിനീതയാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. അധ്യാപകരായ രേഷ്മ പടിക്കവളപ്പിലും ഡോക്ടർ TT അജിത്തും സഹായികളായി മുന്നോട്ട് വന്നപ്പോൾ നെൽകൃഷി യാഥാർത്ഥ്യമാവുകയായിരുന്നു. വിഷരഹിത നെൽകൃഷി, അതായത് ഇപ്പോൾ എല്ലാ വിഷം കലർന്ന ഭക്ഷണങ്ങളാണ് അധികവും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് വിഷമില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കിക്കൂടെ എന്ന ഒരു ഉദ്ദേശത്തിലാണ് ജൈവ നെൽകൃഷി ഞങ്ങൾ ആരംഭിച്ചത്. സ്കൂളിലെ OSA പ്രസിഡന്റും പാടശേഖര സമിതി കൺവീനറുമായ വിജയൻ കൊട്ടാരപ്പാട്ടാണ് കൃഷി ചെയ്യാൻ ഭൂമി നൽകിയത്. കടങ്ങോട് പഞ്ചായത്തിലെ മികച്ച കർഷകനായ പ്രിയൻ എയ്യാലാണ് വിത്ത് നൽകിയതും ജൈവകൃഷിയുടെ പാഠങ്ങൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകിയതും. കഴിഞ്ഞ ഒക്ടോബർ 5-നാണ് ഞാറുനടിയിൽ നടന്നത്. ആലത്തൂർ MP K രാധാകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത്. കൊയ്തെടുക്കുന്ന നെല്ല് അരിയാക്കി മരത്തംകോട് മഹിമ ജൈവ മട്ടയരി എന്ന പേരിൽ പ്രദേശത്ത് തന്നെ വിൽപ്പന നടത്തുവാനാണ് സ്കൂളിന്റെ തീരുമാനം. ഇതിനാവശ്യമായ തുണിസഞ്ചികളും വിദ്യാർത്ഥികൾ തന്നെയാണ് തയ്യാറാക്കുന്നത്. കൊയ്ത്തുത്സവം ആഘോഷമാക്കുമെന്നും അരിവിറ്റ് ലഭിക്കുന്ന പണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുമെന്നും പ്രിൻസിപ്പാൾ V സ്മിത പറഞ്ഞു. കുട്ടികൾക്ക് കാർഷിക വൃത്തിയുടെ മഹത്വം മനസ്സിലാക്കി കൊടുക്കുക, അവരെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുക, ഇതൊക്കെയാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇത്തരത്തിലുള്ള ഒട്ടനവധി പദ്ധതികളാണ് മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നടപ്പിലാക്കിയിട്ടുള്ളത്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി.